Hi, Namaste, welcome back to my channel Vintrada. ഇന്നത്തെ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അതേപോലെ ക്രൂഡ് ഓയിൽ ആണെങ്കിലും നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് നമ്മുടെ സോഫ്റ്റ് തന്നത്. നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് എൻട്രി കാണിച്ചിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയുടെ മോർണിംഗ് സൈഡിൽ എൻട്രി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഇറങ്ങിയതിന് ശേഷം 12:30 വരെ വലിയൊരു മൂവ്മെൻറ്റ്, അതായത് മാർക്കറ്റ് ഡൗൺ മോർണിംഗിലൊരു ഗ്യാപ് ഡൗൺ അടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങി സ്കാൽപ്പിങ്ങിൽ അവിടെ ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് ബൈ കയറി. പക്ഷേ ഒരുപാട് സൈഡ് വേസ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു 12:30 കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോയത്. നമ്മുടെ 5 മിനിറ്റ്സിൽ അവിടെ കറക്റ്റായിട്ട് ആ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്കാൽപ്പിംഗ് കൂടെ കമ്പയർ ചെയ്ത്, അതായത് 1 മിനിറ്റും കൂടെ കമ്പയർ ചെയ്ത് എടുക്കുന്നവർക്ക് അവിടെ ഷോർട്ട് എൻട്രി മാത്രമേ ഉള്ളൂ എന്ന് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ സോഫ്റ്റ് കറക്റ്റായിട്ട് അവിടെ തരും. അപ്പോൾ ആ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് മൂവ്സ് ആയിട്ടുള്ള എക്സിറ്റ് ലെവൽ എക്സ്ട്രാ കളർ വഴി കാണിച്ചു തരും. കറക്റ്റായിട്ടുള്ള എൻട്രി നമുക്ക് അവിടെ സോഫ്റ്റ് കറക്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് കണ്ടുപിടിച്ച് തരും. അപ്പോൾ അതിൽ വളരെ ഈസി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റി കാണിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണ്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ, കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് സെല്ല് നമുക്ക് തന്ന് ഇറങ്ങി ഓപ്പൺ ആയതാണ്. ഇവിടെ കണ്ടിന്യൂ ചെയ്തവർക്ക് മാത്രമേ ഇവിടെ റിട്ടേൺ ഉള്ളൂ. പിന്നെ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അവിടെ സ്കാൽപ്പിങ്ങിൽ മിനിറ്റ് വൈസ് നമുക്ക് ഇവിടുന്ന് ഒരു ഡൗൺ സൈഡിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. അവിടെ ചെറുതായിട്ട് ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് M1 മിനിറ്റ് ഗ്യാപ് ഡൗണിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുമ്പോൾ മിനിറ്റ് വൈസ് ആയിട്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിട്രേസ്മെൻറ്റ് എത്രത്തോളം പോയി, തിരിച്ച് മാർക്കറ്റ് എവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നു എന്ന ചെറിയ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് മിനിറ്റ് വൈസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ഒരു ചെറിയൊരു ഡൗൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു അപ്ടൈൻ, പിന്നെ കുറേ നേരം സൈഡ് വേസ് നിന്ന് ലാസ്റ്റ് നമുക്ക് ബൈ സൈഡ് പ്രോപ്പറായിട്ടൊരു ബൈ സൈഡ് 12:40 അത് കിട്ടിയത്. സിഗ്നൽ വന്ന് നമുക്ക് അവിടെ താഴത്തെ കൺഫർമേഷൻ ബാർ കറക്റ്റായിട്ട് അവിടെ കൺഫേം ആയി. ഗ്രീനും നമുക്ക് മാച്ച് ആയപ്പോൾ താഴത്തെ ബാർ കളറും ക്യാൻഡിലും കൂടെ മാച്ച് ആയപ്പോൾ അവിടുന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഒരു കയറ്റ് വരും. നമുക്ക് നല്ലൊരു റിട്ടേൺസ് ഉണ്ട്. നമുക്ക് 1195 പോയിന്റ്സ് ഉള്ള അപ് ട്രെൻഡ് കയറിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി അത്രയ്ക്ക് ഒരു അടിച്ച് കയറ്റമായിരുന്നു. അതേപോലെ തന്നെ സെൻസെക്സ് ആണെങ്കിലും നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു 12:30 ശേഷം. പിന്നെ അതേപോലെ തന്നെ നിഫ്റ്റി ആണെങ്കിലും നമുക്ക് 12:30 ശേഷം നല്ലൊരു അപ് ട്രെൻഡ്, നല്ലൊരു ബുള്ളിഷ്. മോർണിംഗിൽ ഒരു ചെറിയ ഡൗൺ ഇറങ്ങി സ്കാൽപ്പിങ്ങിലും മിനിറ്റ് വൈസിൽ അവിടെ ട്രേഡ് ഉണ്ടായിരുന്നു. 1 മിനിറ്റിലെ ട്രേഡ് കാണിച്ചു തരാം. മിനിറ്റ് വൈസിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് അവിടെ സിഗ്നൽ മോർണിംഗിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് റിട്രേസ്മെൻറ്റ് ചെയ്ത് പിന്നെ ഇവിടെ ഒരു ചെറിയ ഡൗൺ ഇൻഡിക്കേഷൻ അവിടുന്ന് പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഡൗൺ ഇൻഡിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് അവിടെ എടുക്കാൻ സാധിക്കുന്നത് സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. മോർണിംഗിൽ ഓപ്പൺ ആവുന്ന മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ പ്രത്യേകിച്ച് മിനിറ്റ് വൈസ് നോക്കുന്നത്, മിനിറ്റ് വൈസിൽ കുറച്ചുകൂടെ നമുക്ക് എത്രത്തോളം റിട്രേസ്മെൻറ്റ് പോകുന്നത് എവിടുന്ന് നമുക്ക് തിരിച്ച് നെക്സ്റ്റ് ബ്രേക്ക് എന്ന് കണ്ടെത്താൻ സാധിക്കും. 5 മിനിറ്റ്സിൽ നമുക്ക് കിട്ടുന്ന ആക്യുറേറ്റ് ട്രേഡ്, ഫേക്ക് ട്രേഡിൽ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ 5 മിനിറ്റ്സ് ട്രേഡ് തരത്തുള്ളൂ. അത് തിരിച്ചിറങ്ങാൻ ശ്രമിച്ചതിന് ശേഷം പിന്നെ ഒരു അപ് ട്രെൻഡ് തന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു നല്ലൊരു കയറ്റമായിരുന്നു, നല്ലൊരു ബുള്ളിഷ് തന്നെയായിരുന്നു. അതേപോലെ ക്രൂഡ് ഓയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ സ്കാൽപ്പിങ്ങിൽ നിന്ന് മോർണിംഗിൽ ഗ്യാപ്പിൽ ഓപ്പണായി തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി റിട്രേസ്മെൻറ്റ് തിരിച്ച് കയറി. അപ്പോൾ അവിടുന്ന് നമുക്ക് പിന്നെ ഒരു കയറ്റമായിരുന്നു. നോക്കുകയാണെങ്കിൽ 267 പോയിന്റ്സ് ഉള്ള ഇപ്പോൾ അപ് ട്രെൻഡിലാണ്, നല്ല റിട്ടേൺസ് ആണ്. അപ്പം സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് ആ ബൈ തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവ് മാർക്കറ്റ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.